നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വാഹനാപകടത്തിൽ അന്തരിച്ച നടൻ സന്തോഷ് നായരുടെ വിയോഗം സിനിമാ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. സന്തോഷ് നായരും ഭാര്യയും സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് പാഴ്സൽ ട്രക്കിന് ഇടിച്ചായിരുന്നു അപകടം സംഭവിച്ചത്. ഉടനെ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ വെച്ചാണ് സന്തോഷ് നായരുടെ മരണം സ്ഥിരീകരിച്ചത്. ഭാര്യ സാരമായ പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. മോഹിനിയാട്ടം എന്ന ചിത്രത്തിലാണ് ഏറ്റവും അവസാനമായി സന്തോഷ് നായർ അഭിനയിച്ചത്. ഇപ്പോഴിതാ സന്തോഷ് നായരുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പനക്കൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടുകയാണ്. തന്റെ പേരിൽ വലിയൊരു തെറ്റിദ്ധാരണ സന്തോഷ് നായരുടെ മനസ്സിൽ ഉണ്ടായിരുന്നുവെന്നും അത് മാറ്റാനായില്ല എന്നത് വ്യക്തിപരമായി തന്നെ ഏറെ വേദനിപ്പിക്കുന്നുവെന്നും സിദ്ധു പനക്കൽ വെളിപ്പെടുത്തുന്നു. നടനെ തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയ സംഭവത്തെക്കുറിച്ചും കുറിപ്പിലൂടെ സിദ്ധു വ്യക്തമാക്കുന്നുണ്ട്. വളരെ സങ്കടകരമായ ഒരു വാർത്ത ശ്രവിച്ചുകൊണ്ടാണ് ഇന്നലത്തെ ദിവസം തുടങ്ങിയത്. നടൻ സന്തോഷ് ഏട്ടന്റെ മരണം. സന്തോഷ് ഏട്ടനുമായി 38 വർഷത്തെ പരിചയമുണ്ട്. ഞാൻ വർക്ക് ചെയ്ത കുറെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂർ ഇരിങ്ങാപ്പുറത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഏകദേശം 10 മാസങ്ങൾക്ക് മുൻപ് രാത്രി 10 മണി കഴിഞ്ഞ സമയത്ത് എനിക്കൊരു ഫോൺ വന്നു. ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നാണ്. സന്തോഷ് ഏട്ടനെ പരിചയമുണ്ടോ എന്നാണ് ചോദ്യം. പരിചയമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് ഒരു കാര്യം ചോദിക്കണമെന്ന് എന്നെ ഏൽപ്പിച്ചു. ആ കമ്പനി നിർമ്മിക്കുന്ന ഒരു സിനിമയുടെ ചിത്രീകരണം നടക്കുകയാണ്. വരാമെന്ന് ഏറ്റിരുന്ന ആർട്ടിസ്റ്റിന് പെട്ടെന്ന് വരാൻ പറ്റാതെ ആവുകയും നാളെ ചിത്രീകരണം നടക്കണമെങ്കിൽ മറ്റൊരാളെ കണ്ടെത്തുകയും വേണം. അവർ ആലോചിച്ചപ്പോൾ സന്തോഷ് ഏട്ടനാണ് അതിന് പറ്റിയ ആൾ. അവർ വിളിച്ചു, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. അതാണ് എന്നെ ആ ദൗത്യം ഏൽപ്പിച്ചത്. ഞാൻ വിളിച്ചു. രാത്രി 10:30 സന്തോഷ് ഏട്ടൻ ഫോൺ എടുത്തു. ഞാൻ കാര്യം പറഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമയല്ല. സന്തോഷ് ഏട്ടനെ അവർ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചതാണ്. ഞാൻ ആ കമ്പനിയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന് നമ്പർ കൊടുക്കും. അവർ വിളിക്കും. കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ സംസാരിച്ചോളൂ. നാളെ ഷൂട്ടിംഗ് ആയതുകൊണ്ട് ഇന്ന് തന്നെ പുറപ്പെടേണ്ടി വരുമെന്നും പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു. ഞാൻ ആ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന് നമ്പർ കൊടുക്കുകയും ചെയ്തു. പിറ്റേന്ന് ഉച്ചയോടുകൂടി എനിക്ക് സന്തോഷ് ഏട്ടന്റെ 2 ശബ്ദ സന്ദേശങ്ങളാണ് വരുന്നത്. അതിലൊന്ന് ഇങ്ങനെയായിരുന്നു: നീ ഇനി എന്നെ വിളിക്കരുത്. നിന്റെ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ശബ്ദ സന്ദേശം കേട്ടപ്പോൾ എനിക്ക് നെഞ്ചിൽ ഒരു നീറ്റലുണ്ടായി. അതൊരു അറം പറ്റിയ വാക്കായിരുന്നുവെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എൻ്റെ പട്ടട കാണാൻ പോലും നീ വരരുത്. എന്നെ ആക്കാൻ വേണ്ടി വിളിക്കരുത്. ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ വിളിച്ചു. അയാൾ പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ സന്തോഷ് ഏട്ടനെ വിളിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം പുറപ്പെടാൻ റെഡിയുമായിരുന്നു. വേറെയും ചില കാരണങ്ങൾ കൊണ്ട് പിറ്റേന്ന് ആ ചിത്രീകരണം നടത്താൻ പറ്റാതെ വന്നു. അത് സന്തോഷ് ഏട്ടനെ അറിയിക്കുകയും ചെയ്തു. സന്തോഷ് ഏട്ടനെ കളിയാക്കാൻ വേണ്ടി ആ രാത്രി വിളിച്ചതാണെന്നാണ് അദ്ദേഹം ധരിച്ചത് എന്ന് തോന്നുന്നു. ഞാൻ വർക്ക് ചെയ്യാത്ത, എനിക്കൊരു ബന്ധവുമില്ലാത്ത സിനിമ, ഛേദമില്ലാത്ത ഒരു ഉപകാരം ചെയ്യാൻ പോയതാണ് ഞാൻ. അത് സന്തോഷ് ഏട്ടനെ കളിയാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. ഞാനുമായി നല്ല സൗഹൃദമുള്ള ആളായിരുന്നു അദ്ദേഹം. വർഷങ്ങളായി അദ്ദേഹം എൻ്റെ നാടായ ഗുരുവായൂരിലാണ് താമസിക്കുന്നത്. കുറച്ചു കാലമായി അദ്ദേഹം ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗുരുവായൂരിൽ വെച്ച് പലപ്പോഴും കാണാറുണ്ട്. നല്ല പരിചയമുള്ള ഒരാൾ വെറും തെറ്റിദ്ധാരണയുടെ പേരിൽ എൻ്റെ പട്ടട കാണാൻ പോലും നീ വരരുത് എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് വലിയ സങ്കടമായി. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. ഇന്നലെ ഈ വാർത്ത കേട്ടപ്പോൾ എൻ്റെ വാട്സാപ്പിൽ കിടക്കുന്ന ആ വോയിസ് ഞാൻ ഒന്നുകൂടി കേട്ടു. ഇന്ന് ഞാൻ ഗുരുവായൂരുണ്ട്. ഈ ലോകത്ത് നിന്ന് അദ്ദേഹം പടിയിറങ്ങി പോകുന്ന ഈ ദിവസം അദ്ദേഹത്തെ കാണാൻ ഞാൻ പോകുന്നില്ല. കാണാൻ പോയാൽ അത് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പോലും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ മാറ്റാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടത്തോടെ സന്തോഷ് ഏട്ടന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നാണ് സിദ്ധു പനക്കൽ കുറിച്ചത്. സിനിമയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളൊക്കെയാണ് സന്തോഷ് നായർ ഏറ്റവും അവസാനമായി പങ്കുവച്ച പോസ്റ്റുകളും സ്റ്റോറികളും എല്ലാം. സന്തോഷ് നായരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയേക്കാളും പോസ്റ്റുകളെക്കാളും ഒക്കെ സങ്കടം തോന്നിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം ബയോ. ഡ്രൈവിംഗ് കീപ്സ് യു യങ് എന്നാണ് ബയോയിൽ നൽകിയിരിക്കുന്നത്. അത്രയും ആസ്വദിക്കുന്ന ഡ്രൈവിംഗ് എങ്ങനെയാണ് അപകടത്തിലേക്ക് പോയതെന്നാണ് ആരാധകരുടെ അതിശയം. സന്തോഷ് നായർ തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നത്. ഡ്രൈവ് ചെയ്ത ആൾ ഉറങ്ങിപ്പോയതാവാം അപകട കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. നടൻ, പ്രാസംഗികൻ, യഥാർത്ഥ രാജ്യസ്നേഹി എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾക്കൊപ്പമാണ് ഡ്രൈവിംഗ് നിങ്ങളെ കൂടുതൽ ചെറുപ്പമാക്കുമെന്നും സന്തോഷ് നായർ കുറിച്ചിരിക്കുന്നത്. അതിനൊപ്പം ജീവിതം എന്നത് നിങ്ങൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന ഒരു വരി കൂടെയുണ്ട്. കടുത്ത ദൈവവിശ്വാസിയാണ് സന്തോഷ് നായർ. തന്റെ വിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും വാചാലനായിട്ടുണ്ട്. എന്നും നെറ്റിയിൽ നിറയെ കുറികളും ഒക്കെ ആയുള്ള ലുക്കും പലപ്പോഴും വൈറലായിരുന്നു. വെള്ള താടിയും കറുത്ത കൊമ്പൻ മീശയും താൻ തുടങ്ങിവെച്ച സ്റ്റൈലാണെന്നും അത് പിന്നീട് സുരേഷ് ഗോപിയും തെലുങ്കിൽ ബാലയെയും ഒക്കെ കോപ്പിയടിച്ചതാണെന്നുമാണ് സന്തോഷ് നായർ തമാശയോടെ പറയാറുള്ളത്.
ജീവിതത്തെയും മരണത്തെയും കുറിച്ച് അദ്ദേഹം പുലർത്തിയിരുന്ന പക്വതയാർന്ന കാഴ്ചപ്പാടുകൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാകാറുണ്ട്. സാഹസിക രംഗങ്ങൾ ചെയ്യുന്നതിലെ ഭയമില്ലായ്മയെക്കുറിച്ചും സിനിമയോടുള്ള തന്റെ അർപ്പണബോധത്തെക്കുറിച്ചും അദ്ദേഹം പങ്കുവച്ച വാക്കുകൾ ഇപ്പോൾ ആരാധകരുടെ കണ്ണ് നിറയ്ക്കുകയാണ്. ഒരു സിനിമാ ഷൂട്ടിങ്ങിനിടെ തനിക്ക് പറ്റിയ പരിക്കിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മരണശേഷം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു. ഓമനിക്കാൻ ഓർമ്മ വയ്ക്കാൻ എന്ന സിനിമ ചെയ്യുമ്പോൾ സംഭവിച്ചതാണ്. ഫൈറ്റിനിടെ മുട്ടിന്റെ ചിരട്ട ഒന്ന് സ്ലിപ്പായതാണ്. അന്നൊരാൾ അവിടെ വെച്ച് തന്നെ സെറ്റാക്കി തന്നത് അതുപോലെ തന്നെയായിരുന്നു. 2-3 വർഷത്തിന് മുൻപ് അതൊന്ന് ഷെയ്ക്കായി ഇളകി. അതിനാൽ ചെറിയൊരു വേദനയുണ്ട്. പക്ഷേ ഇത്രയും കൊല്ലം ഇത് വെച്ച് തന്നെയാണ് ചെയ്തത്. ഇനിയും ഇത് വെച്ച് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഓടണമെന്ന് പറഞ്ഞാൽ ഓടാൻ ഒക്കില്ലെന്ന് പറയില്ല, ഓടും. ചാടണമെന്ന് പറഞ്ഞാൽ ചാടും. ഇളകിയാൽ പിന്നെയും പിടിച്ചിടും. അത്ര തന്നെയല്ലേ ഉള്ളൂ. വെള്ളത്തിൽ ചാടാൻ പറഞ്ഞാൽ ചാടും. ഫൈറ്റ് ചെയ്യുന്ന എല്ലാവർക്കും കൈയിനും കാലിനും പ്രശ്നമുണ്ട്. സൈന്യം സിനിമ ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൽ ചാടാൻ പറഞ്ഞപ്പോൾ ഹാജ ചോദിച്ചു, അയ്യോ ഇവിടെ എങ്ങനെ ചാടും? ജോഷിയേടൻ ചാടുന്നവരെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നോടിത് ചെയ്തൂടേടാ എന്ന് ചോദിച്ചു. ഓ പിന്നെന്താ, ചെയ്യാമെന്ന് ഞാനും പറഞ്ഞു. ഷോട്ട് എടുത്തു. നിങ്ങൾ എന്തോന്ന് കാണിക്കുന്നതെന്ന് ഹാജ ചോദിച്ചു. വെള്ളത്തിലല്ലേ വീഴുന്നത്, അതിനെന്ത് പ്രശ്നമെന്ന് ഞാൻ ചോദിച്ചു. പാറയുടെ പുറത്തല്ലല്ലോ. പാറയുടെ പുറത്താണെങ്കിലും ചാടുക തന്നെ. ഞാൻ മരിച്ചു പോകണമെങ്കിൽ എൻ്റെ ആയുസ് തീർന്നിരിക്കണം. അതിന് ഞാൻ വീടിൻ്റെ അകത്തിരുന്നാലും മതി. ഒരു ഫാൻ പൊട്ടി വീണാൽ പോരെ. സമയം അവസാനിക്കാനാണെങ്കിൽ അത് മതി. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയാൽ എന്താണ്? ഇതായിരുന്നു സന്തോഷ് നായരുടെ വാക്കുകൾ. 4 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയിൽ സജീവമായിരുന്ന ഒരു കലാകാരന്റെ അപ്രതീക്ഷിത വിയോഗം സിനിമാ പ്രവർത്തകരെയും ആരാധകരെയും ഒരുപോലെയാണ് കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുന്നത്. സന്തോഷിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ നടൻ കിഷോർ സത്യ പങ്കുവച്ച കുറിപ്പും സോഷ്യൽ മീഡിയയിൽ നൊമ്പരമായി മാറി. പുലർച്ചെ തിരുവനന്തപുരത്ത് നിന്നുള്ള യാത്രക്കിടയിൽ ഏനാത്ത് വെച്ച് അപകടത്തിൽപ്പെട്ട വണ്ടികൾ താൻ കണ്ടിരുന്നുവെന്നും എന്നാൽ അത് സന്തോഷ് കെ നായരുടേതായിരുന്നുവെന്ന് പിന്നീടാണ് അറിഞ്ഞതെന്നും കിഷോർ സത്യ കുറിച്ചു. കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ ഭരതനാട്യം 2ാം ഭാഗം മോഹിനിയാട്ടം എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ട ആ കഥാപാത്രം സന്തോഷിന്റെ കരിയറിൽ വലിയൊരു വഴിത്തിരിവാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നുവെന്നും പക്ഷേ വിധി മറ്റൊന്നായി പോയി എന്നും കിഷോർ സത്യ വേദനയോടെ ഓർത്തെടുത്തു. രാവിലെ കുടുംബവുമായി തിരുവനന്തപുരത്ത് നിന്നും ഒരു യാത്ര പുറപ്പെട്ടു. ഏതാണ്ട് 6:30 മണി കഴിഞ്ഞപ്പോൾ ഏനാത്ത് വഴി ഞങ്ങൾ കടന്നുപോയി. അപ്പോൾ വഴിയിൽ ഒരു ലോറിയും ഇന്നോവ കാറും ആക്സിഡന്റായി കിടക്കുന്നത് കണ്ടു. നിരവധി ആൾക്കാർ അവിടെ കൂടിയിരുന്നു. കാഴ്ചക്കാരായ കുറച്ചധികം വാഹനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 9 മണിയായപ്പോൾ ഒരു സുഹൃത്താണ് നടൻ സന്തോഷ് ഏട്ടൻ അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്ന വിവരം പറഞ്ഞത്. അപ്പോഴാണ് വഴിയിൽ കിടന്ന ആ അപകടത്തിൽപ്പെട്ടത് സന്തോഷ് ഏട്ടന്റെ വണ്ടിയാണ് എന്ന് മനസ്സിലായത്. ഒത്തിരി സങ്കടം വന്നു. കഴിഞ്ഞ ആഴ്ചയാണ് മോഹിനിയാട്ടം എന്ന സിനിമയിൽ ഒരു മികച്ച വേഷത്തിൽ അദ്ദേഹത്തെ വീണ്ടും കാണുന്നത്. ആ കഥാപാത്രം സന്തോഷ് ഏട്ടനെ വീണ്ടും മലയാള സിനിമയിലെ സജീവമാകുമെന്ന് മനസ്സുറപ്പിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിപ്പോയി. മരണമെന്ന രംഗബോധമില്ലാത്ത കോമാളി ഒരിക്കൽ കൂടെ നമ്മെ വേദനിപ്പിച്ചു. ആദരാഞ്ജലികൾ എന്നാണ് നടൻ കിഷോർ സത്യ കുറിച്ചത്. 1982 അഭിനയ രംഗത്തെത്തിയ സന്തോഷ് കെ നായർ വൈവിധ്യമാർന്ന വേഷങ്ങളിലൂടെയാണ് പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചത്. ഗൗരവമേറിയ വില്ലൻ കഥാപാത്രങ്ങളെയും അനായാസമായ കോമഡി വേഷങ്ങളെയും ഒരേപോലെ കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തന്റെ കരിയറിലെ മികച്ച വേഷങ്ങളിൽ ഒന്നായ ഭരതനാട്യം 2ാം ഭാഗം മോഹിനിയാട്ടം എന്ന ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.